ഹലോ ഗേസ്, ആഷിഖ് വ്ളോഗറാണ്. നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളെ വണ്ടിയൊക്കെ നരച്ച ഭാഗം ഉണ്ടാവില്ല, പോളിഷ് ചെയ്യുന്ന സ്പ്രാന് ഓൺലൈനിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. മീഷോ എന്ന ആപ്പിൽ വാങ്ങിയതാണ് കേട്ടോ. 55 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ അത് എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടു നോക്കാം ഗേസ്. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം, ഓൺലൈനിൽ വാങ്ങിയതാണ് മീഷോന്ന്. അപ്പോൾ ഈ പെട്ടി ഒന്ന് പൊളിച്ച് നോക്കാം. അത് നല്ല ഉറപ്പട്ടെ, എത്രയായാലും കിട്ടണില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയത്. വണ്ടി നരച്ചാണ്. അപ്പോൾ ആ കറുപ്പ് ഭാഗം നമുക്ക് പോളിഷ് ചെയ്യാൻ നരച്ച ഭാഗം. അപ്പം എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കണം. സാധനം അതാട്ടോ, നമ്മൾ വിചാരിച്ച സാധനം തന്നെ കിട്ടിയത്. ഇതാണ് കേട്ടോ സാധനം. അപ്പോൾ നമുക്ക് സ്പോഞ്ചൊക്കെ ഉണ്ട്. ഇത് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ വണ്ടിമ്മ ഇങ്ങനെ വരുതി ഇതാക്കലാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ഇതാണ് കേട്ടോ നരച്ച ഭാഗം. അപ്പോൾ നമ്മളിതാണ് പോളിഷ് ചെയ്യാൻ പോകുന്നത്. ഇത് വെയിലത്ത് നിർത്തിയിട്ടാട്ടോ ഇങ്ങനെ നരച്ച് കണ്ടോ. ഇങ്ങനെ വെയിലത്ത് നിർത്തിയിട്ടാൽ ഓവർ വെയിൽ കൊണ്ടാൽ ഇതുപോലെ പ്രശ്നം വരും കണ്ടോ. അവിടെയൊക്കെ നരച്ചാണ്. അതുപോലെ നരച്ച ഭാഗമൊക്കെ പോളിഷ് ചെയ്യുക. പിന്നെ അതുപോലെ സൈഡൊക്കെ ഉണ്ടല്ലേ വെള്ള കളറായിന്. അതുപോലെ എവിടെയാണോ നരച്ചത് അവിടെയൊക്കെ നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല വണ്ടി നല്ല കഴുകി പൊടിയൊക്കെ പോയതിൻ്റെ ശേഷം നല്ല വൃത്തി ആയതിൻ്റെ ശേഷം നല്ല ഉണങ്ങണം കേട്ടോ. ഉണങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ വണ്ടി എല്ലാം കഴുകി വൃത്തിയാക്കി കേട്ടോ. ഇനി പോളിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. സ്പോഞ്ച് എടുത്തിന്. നല്ല അങ്ങനെ വരുതി കളയണം കേട്ടോ, നല്ല വരുതണം. അങ്ങനെ ഞാൻ തേച്ചു കിട്ടോ. അപ്പോൾ തേച്ചിട്ട് പഴയ മരിക്കനായത് കേട്ടോ. ഒന്നും റിസൾട്ട് ഒന്നും ആയിട്ടില്ല. നരച്ചപ്പോഴും ഒന്നും ഒരു മാറ്റം വന്നില്ല. അപ്പോൾ ഞാൻ സാധനം വാങ്ങിയതിപ്പോൾ വെറുതെ അയക്കാട്ടോ. ഞാൻ വിചാരിച്ചതിനിപ്പോൾ ഇത് നല്ല കളറൊക്കെ ആവും, പുതിയ വണ്ടി വാങ്ങിയായിരിക്കൊക്കെ ആവും എന്നൊക്കെ വിചാരിച്ചു. എനിക്കാണ് ഒരു ഇത് വെറുതെ വെറുതെ 55 റുപ്യ പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ വാങ്ങിയതും. അത് ഒന്നും റിസൾട്ട് പോരാ. ഏതായാലും സാരമില്ല. ഇനിയിപ്പോൾ പോയ വണ്ടിക്ക് കൈയാട്ടിയിട്ട് കാര്യമില്ലല്ലോ. പോയത് പോയി. ഇനിയിപ്പോൾ വരാനുള്ളത് നോക്കാം. ഇനിയിപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ നല്ലത് നോക്കിയെടുക്കുക. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം പറ്റിയത് കേട്ടോ. ഇനി വാങ്ങുമ്പോൾ നല്ലത് നോക്കിയെടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.